ഹലോ, ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടോമി കുറച്ച് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് നല്ല ബഹളമായിരുന്നു. ഇത് ഓടി നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്ത്. പക്ഷേ പിന്നാലൊന്നും പോവില്ല, ഇങ്ങനെ നോക്കി നിൽക്കുക, എവിടേക്ക് ഓടണം എവിടേക്ക് നടക്കണം എന്ന്. കുറേ ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. മേത്ത് പക്ഷേ ഇങ്ങനെ അത്ര വലിയ സുഖമൊന്നും ഇല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാൻ. മാഗി ആണെങ്കിൽ അപ്പുറത്ത് പോയിരിക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ അപ്പം ഞാൻ ചെയ്യുക? കാലം കുറേ പേരെയൊക്കെ കണ്ടിട്ട്. എന്തായാലും പുറത്ത് ഇപ്പോൾ കുറച്ച് വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ ടോമിക്കുട്ടൻ. ഞാനും വിചാരിച്ചു അവനെ കുറച്ചൊന്ന് പുറത്തേക്ക് ഇറക്കാം. കുറച്ച് കഴിഞ്ഞാൽ മഴയ്ക്കുള്ള ഒരുക്കൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ടോമിക്കുട്ടനല്ലേ. അപ്പോൾ അതേ എൻ്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒറ്റയ്ക്ക് പോയി കളിക്കൊന്നുമില്ല, ഇങ്ങനെ എൻ്റെ കൂടെ ഞാൻ എവിടേക്കൊക്കെയാണോ പോണത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചോ അവൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിടാം. എല്ലാവരും ടോമീനെ കണ്ടിട്ട് കാലം കുറച്ചായല്ലോ. കുറേ ദിവസമായി ഞാൻ ടോമീനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ കുറച്ച് നമ്മുടെ ടോമിക്കുട്ടന് ഇപ്പോൾ ഒരു 5-6 മാസമൊക്കെ ആയി കേട്ടോ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതാ. അപ്പോൾ അവൻ കുറച്ച് വലുതായി. നല്ല സ്വഭാവമാണ് കേട്ടോ, നല്ല മിടുക്കനാണ് അവൻ. കുറുമ്പൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് കുറുമ്പ് കാണിക്കും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല മിടുക്കൻ നായക്കുട്ടി കേട്ടോ നമ്മുടെ ടോമിക്കുട്ടൻ. പറഞ്ഞാലൊക്കെ കേൾക്കും. മാഗീനെ വലിയ ഇഷ്ടമാണ്. മാഗിയുടെ കൂടെ കളിക്കാനാണ് അവന് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലത്ത് 2 പേരെയും ഒരുമിച്ച് കളിക്കാൻ വിട്ടാലുണ്ടല്ലോ, ചളിക്കുട്ടന്മാരായിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ എനിക്ക് പണിയോ കുളിപ്പിച്ച് ഇങ്ങനെ ഇരുത്തണം ഞാൻ പിന്നെ. അപ്പം അതുകൊണ്ട് 2 പേരേനെയും ഒരുമിച്ച് ഇപ്പോൾ കളിപ്പിക്കാൻ വിടാറില്ല. ഒരാൾ കളിച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മറ്റാളെ കളിപ്പിക്കാൻ വിടും. അത് വെയിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പം അതുകൊണ്ട് ഇത്ര കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് അവരെ ഇങ്ങനെ കുളിപ്പിക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ, അവർക്ക് ഒരുപാട് തണുപ്പ് അടിക്കില്ലേ. അതുകൊണ്ട് ചളി ഉണ്ടെങ്കിൽ ചളിയാവാതെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ ഞാനും ശ്രദ്ധിക്കാറുണ്ടേ. ഇപ്പോൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ അവൻ ഒത്തിരി ഒന്ന് കളിച്ച് നടന്നോട്ടേ എന്ന് വിചാരിച്ചു. മുടിയൊക്കെ ഒന്ന് ഇനി ചീകി കൊടുക്കണം. കുറേ ദിവസമായി മുടിയൊക്കെ ചീകിയിട്ട്. പിന്നാലെ നടക്കണേ. ഞാൻ എന്താ ചെയ്യണേ, ഞാനിങ്ങനെ കുറച്ച് നടക്കട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ വന്നിരിക്കും, പിന്നെ നടക്കൂല. ഞാൻ നടക്കണ കാരണം അവനും ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത്. ഉച്ച സമയമാണ്, ഫുഡൊക്കെ കഴിഞ്ഞു അവൻ്റെ. ശരിക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ പെറ്റ്സൊക്കെ നമ്മുടെ വീട്ടിലുള്ളത്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആണ്, നമുക്കൊരു കൂട്ടാണ്. ശരിക്കും നല്ലൊരു കാര്യമാണ് പെറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഗാർഡൻ കുറച്ചൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഗാർഡനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. ചെടികളൊക്കെ അങ്ങനെ ഒരുവിധം വെട്ടിയൊക്കെ ഒതുക്കി വെച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആദ്യമായിട്ട് കുറച്ച് പ്ലാന്റ്സിനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സിൻ്റെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം പ്ലാന്റ്സൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് വെട്ടിക്കളയണേനെക്കാട്ടിലും പകരം പ്ലാന്റ്സ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റെഡി ആകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആർക്കൊക്കെയാണ് പ്ലാന്റ്സ് താല്പര്യമില്ലെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഞാൻ ടോമീനെ ഒന്ന് മുടിയൊക്കെ ചീകി ഒന്ന് വൃത്തിയാക്കി അവനെ ഞാൻ കൂട്ടിക്കയറ്റാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അവൻ പറഞ്ഞാലൊക്കെ അനുസരിക്കണ കാരണം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. വിളിച്ചാലൊക്കെ വേഗം ഓടി വരും. ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു, അവൻ സൂപ്പറായിട്ടാണ് ഇരിക്കണേ. പിന്നെ അവനെ എവിടേക്ക് പോകുമ്പോഴും അവനെ കൊണ്ടുപോകണം, അത് അവൻ്റെ ഒരു വാശിയാണ്. ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പാടില്ല, അതവന് തീരെ ഇഷ്ടമില്ല. ഒറ്റയ്ക്കിട്ടിട്ടെങ്ങാനും ഞാൻ ദൂരേക്ക് പോയാലുണ്ടല്ലോ, ശബ്ദം ഉണ്ടാക്കിയിട്ട് കണ്ണും ചെവിടും കേൾപ്പിക്കില്ല, ബഹളം അതുപോലെ വയ്ക്കും. ഒപ്പം വേണം അവളുടെ. അങ്ങനെയാണ് ടോമിയുടെ സ്വഭാവം. മാഗിക്കാണെങ്കിലോ ടോമീനെ ഒരുപാട് കൊഞ്ചിക്കണതൊന്നും മാഗിക്ക് ഇഷ്ടമല്ല. അപ്പോൾ മാഗി ബഹളം വയ്ക്കും. 2 പേരിനെ ഒരുമിച്ച് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ 2 ആളും മേത്തേക്ക് ചാടി തട്ടിയിടും.
അതുപോലെയാണ് അവർ. അതുകൊണ്ട് ഞാനും വിട്ടുപോകും ഇടയ്ക്ക്. ഈ മുടിയൊക്കെ ഒന്ന് ഈരി ചീകി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ അവന് വലിയ ഇഷ്ടമാണ്. ഞാൻ അടുത്തത് ഇവനെ ഇനി കൂട്ടിലാക്കിയിട്ട് വേണം ഇനി മാഗീനെയും കൊണ്ടുവരാം. ഇതിപ്പോൾ അവിടെ ദേ ബാളം വെക്കാമെന്നുണ്ട്. അവിടെ നിന്ന് കാണുന്നുണ്ടേ മാഗി ഇവന് മുടിയൊക്കെ ചീകി കൊടുക്കുന്നത് അവൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചീകി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ബഹളമാണ് ഇപ്പോൾ അവിടെ. ശരിക്കും നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ നായക്കുട്ടികൾ. മക്കൾ കുഞ്ഞു കുട്ടികൾ ബഹളം വയ്ക്കില്ലേ, ഒരാൾക്ക് കൊടുക്കും മറ്റാൾ എനിക്കും വേണം എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെയാണ് കേട്ടോ നായക്കുട്ടികളും. ശരിക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അവർക്ക് നമുക്ക് തരാൻ. ശരിക്ക് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പെറ്റ് തെറാപ്പി എന്ന്. നമുക്ക് മനസ്സിന് വയ്യാത്ത വിഷമങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെറ്റ്സിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടും. പ്രഷർ ഷുഗറൊക്കെ കുറയാൻ ഒരു പരിധി വരെയൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും, നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അതാണ്. ഇതേ മാഗീനെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മാഗിക്ക് ആദ്യം ഷെയ്ക്കൻ്റെ അവളിങ്ങനെ കൈ ഇങ്ങനെ കാണിച്ച് നിൽക്കുള്ളൂ. കൈ നമ്മൾ പിടിക്കണം അവളുടെ. ഷെയ്ക്കൻ്റെ ഒക്കെ തരുണ്ടോ, രണ്ട് കൈയും മാറി മാറി ഷെയ്ക്കൻ്റെ തരും. വലിയ ഗമയാണ് അവൾക്ക്. കയ്യിൽ ഞാൻ പിടിക്കണം അപ്പോഴേ ഉള്ളൂ. അല്ലാണ്ട് അവളിങ്ങനെ കൈ വെച്ച് തരുമൊന്നുമില്ല കേട്ടോ. പക്ഷെ എപ്പോൾ ചോദിച്ചാലും ഷെയ്ക്കൻ്റെ മാറി മാറി തരുള്ളൂ. മഹാവികൃതി കേട്ടോ മാഗി, മഹാവികൃതിയാണ്. ടോമീനെ പിന്നെയും അവൻ്റെ വികൃതി നമുക്ക് സഹിക്കാം, പക്ഷെ മാഗിയുടെ ഒട്ടും പറ്റില്ല. കുറുമ്പ് അവളുടെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. അത്ര കുറുമ്പത്തി അവൾ. പക്ഷെ ചിലപ്പോൾ രണ്ടുപേരും കൂടി അടി കൂടുണ്ടോ. അടി കൂടുമ്പോൾ ചിലപ്പോൾ മാഗി ജയിക്കും. ടോമി ഒട്ടും മോശമൊന്നുമല്ല. അപ്പം ഞാൻ പോയി ഇടപെടും. അപ്പോൾ പിന്നെ അടിയൊക്കെ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ഓട്ടക്കാരിയാണേ മാഗി. അപ്പോൾ ഇതേ സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ അവന് മുടിയൊക്കെ ചീകി കഴിച്ചു. ഇനിയിപ്പോൾ അവൾക്കും ചീകിയൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതാ ഷെയ്ക്കൻ്റെ കേട്ടോ. ഷെയ്ക്കൻ്റെ താ. നല്ല കുട്ടിയാണ് കേട്ടോ മാഗി നല്ല കുട്ടിയാണേ. നല്ല കുട്ടിയാണ് കേട്ടോ. ഗുഡ് ഗേൾ ആണ് കേട്ടോ മാഗി. ഗുഡ് ഗേൾ യു ആർ എ ഗുഡ് ഗേൾ. ഈ മഴയൊക്കെ വരുന്നുണ്ട്, കൂട്ടി പോയിട്ട് ഇരിക്കാം നമുക്ക് കേട്ടോ. ഇപ്പോൾ സന്തോഷമായോ മാഗി? സന്തോഷമായോ മാഗി? നല്ല മോളാണ് കേട്ടോ മാഗിയും ടോമിയും. നല്ല കുട്ടികളാണ് കേട്ടോ. നിങ്ങൾ വെയിലൊക്കെ വന്നിട്ട് നമുക്ക് കളിക്കൊക്കെ വേണ്ടേ? വെരി ഗുഡ്. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ, കുറുമ്പ് കാണിക്കരുതേ. നമുക്ക് കൂട്ടി പോയാലോ? പതുക്കെ കൂട്ടി പോവാല്ലേ? വലിയ ഇഷ്ടമൊന്നുമില്ല കൂട്ടിക്ക് പോവാൻ. കൂട്ടിൽ പോയിരിക്കാൻ അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അങ്ങനെ ഓടിക്കളിച്ച് നടക്കണം അവൾക്ക്. അതാണ് അവളുടെ ഇഷ്ടം. പക്ഷെ പാവാണ് കേട്ടോ അവള്. ഇത്ര കുറുമ്പുണ്ടെങ്കിലും നല്ല പാവ നായ്ക്കുട്ടി അവള്. അപ്പോൾ ടോമിയുടെയും മാഗിയുടെയും വിശേഷങ്ങളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവരും നന്നായിരിക്കണം. പിന്നെ കാണാം. താങ്ക് യു. ബൈ.